ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജവഹർലാൽ നെഹ്റു ജന്മദിനത്തിൽ സ്റ്റേഡിയം കോർണറിൽ നെഹ്റു പ്രതിമയിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. മുൻ MLA പ്രൊഫസർ AD മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ആരാണ് നെഹ്റു എന്ന ചോദ്യത്തിന് ധാരാളം ഉത്തരങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്ന് പ്രൊഫസർ AD മുസ്തഫ പറഞ്ഞു. അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. 1922 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു. അതിനേക്കാൾ ഉപരിയായി അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. മഹാത്മജി കഴിഞ്ഞാൽ ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരത്തിന്റെ രണ്ടാമത്തെ മുന്നണി പോരാളിയായിരുന്നു നെഹ്റു. 1946 മുതൽ 1964 അന്ത്യശ്വാസം വലിക്കുന്നതുവരെ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. കുട്ടികളെയും പൂക്കളെയും ഒരുപോലെ ഇഷ്ടപ്പെട്ട പണ്ഡിറ്റ് ചരിത്രകാരനായിരുന്നു, സാഹിത്യകാരനായിരുന്നുവെന്നും AD മുസ്തഫ പറഞ്ഞു. ആരായിരുന്നു നെഹ്റു എന്ന ചോദ്യത്തിന് ധാരാളം ഉത്തരങ്ങൾ കണ്ടെത്താൻ സാധിക്കും. രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. 1922 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായി. ആരായിരുന്നു നെഹ്റു? സ്വാതന്ത്ര്യ സമരസേനാനി. മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ ഐതിഹാസികമായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ രണ്ടാമത്തെ മുന്നണി പോരാളി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ആരായിരുന്നു നെഹ്റു? ഭരണജ്ഞനാണ്. 1946 ഇന്ത്യൻ ഗവൺമെന്റ് മുതൽ 1964 അന്ത്യശ്വാസം വലിക്കുന്നത് വരെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. ആരായിരുന്നു പണ്ഡിറ്റ് എന്ന് ചോദിച്ചാൽ ഇന്ത്യ കണ്ടെത്തിയ കാലത്തെയും വലിയ ഡിപ്ലോമാറ്റിക് ആയിരുന്നു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. സുരേഷ് ബാബു എളയാവൂർ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്.